സൗന്ദര്യ പാറു, എന്താ പാറു ഇത്? നിനക്ക് എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്നോട് പറയാൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ? എന്തിനാ ഇത് നീ എന്നിന്ന് മറച്ചു വെച്ചത്? ഇവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല മാഡം. എന്ത് സംഭവിച്ചാലും കൂട്ടുകാരിയെ സപ്പോർട്ട് ചെയ്യാൻ രണ്ടുപേരും എപ്പോഴും ഉണ്ടാവുമല്ലോ. സൗന്ദര്യയുടെ അമ്മൂമ്മ 2 ദിവസം മുമ്പ് നാട്ടിലേക്ക് പോയതല്ലേ? അന്നു മുതൽ ഇവൾ താമസിക്കാൻ ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണെന്ന് നിനക്കറിയായിരുന്നില്ലേ? എന്നിട്ട് നീ എന്താ അത് എന്നോട് പറയാത്തത്? ഞാൻ ടെസിലി ചേച്ചിയോട് സംസാരിച്ചപ്പോ ഇവിടെ ഒഴിവൊന്നുമില്ലെന്ന് അവര് പറഞ്ഞു. അത് അപ്പോഴല്ലേ? നിങ്ങളുടെ മുറിയിൽ നിന്നും ഇപ്പൊ ജെനിഫർ പോയില്ലേ? അവള് തിരിച്ചു വരാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കില്ലേ? അതുവരെ സൗന്ദര്യം നിങ്ങളുടെ മുറിയിൽ താമസിക്കുന്നതില് എനിക്കൊരു വിരോധവും ഇല്ല. പ്രിയചേട്ടനാ നിങ്ങളുടെ മുറിയിൽ ഒഴിവുണ്ടെന്ന് പറഞ്ഞ് മാഡത്തെ വിളിച്ച് കാര്യങ്ങളെല്ലാം ശരിയാക്കിയത്. പ്രിയചേട്ടൻ ഇപ്പൊ എത്തും. സൗന്ദര്യം നമ്മുടെ മുറിയിൽ താമസിക്കാൻ തുടങ്ങിയ പാറുവിന്റെ പ്രശ്നം ഹോസ്റ്റലിലുള്ള എല്ലാരും അറിയും. പ്രിയന് ഇത് എന്തിനുള്ള പുറപ്പാടാ? സൗന്ദര്യം ഇവിടെ താമസിക്കാൻ സമ്മതിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് മാഡം. ഇതിൽ നന്ദി പറയാൻ എന്താ ഉള്ളത് പ്രിയ? പ്രിയന് ഇതിനെക്കുറിച്ച് നേരത്തെ എന്നോട് പറയാമായിരുന്നു. മാഡം, സൗന്ദര്യം ഞങ്ങളുടെ മുറിയിൽ താമസിച്ച എങ്ങനെ ശരിയാവും? ജെനിഫർ എപ്പോ വേണമെങ്കിലും തിരിച്ചു വരും. മാത്രമല്ല ഞങ്ങളുടെ മുറിയിൽ കട്ടിലുമില്ല. അതൊന്നും സാരമില്ല, ഞാൻ നിലത്തോടുന്നോളാം. എനിക്കൊരു പായയും പൊതുപ്പും മാത്രം മതി. മീരെ, പാറും ജെനിഫറും ഒക്കെ വന്നപ്പോ നീ നിന്റെ മുറിയിൽ താമസിപ്പിച്ചതല്ലേ? പിന്നെന്താ എന്നെ താമസിപ്പിക്കാൻ എത്ര ബുദ്ധിമുട്ട്? ബുദ്ധിമുട്ടൊന്നുമില്ല സൗന്ദര്യ. ജെനി പെട്ടെന്ന് തിരിച്ചു വന്നാ ഞങ്ങൾ എന്ത് പറയും? അവള് തിരിച്ചു വന്നാ ഞാൻ അപ്പൊ തന്നെ മാറി തന്നോളാം. ആ, നിങ്ങളുടെ പ്രശ്നം കഴിഞ്ഞല്ലോ. ഇനി ധൈര്യമായിട്ട് മുറിയിലേക്ക് കേറിക്കോ. ഞങ്ങൾ മാത്രം സംസാരിച്ചാൽ മതിയോ? നിനക്കൊന്നും പറയാനില്ലേ? എന്താ പാറു, ഞാൻ നിന്റെ കൂടെ താമസിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലേ?